ടൈം വർക്കിലെ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ ABC ഒരു വർക്ക് 18, 24, 36 ഡേയ്സിൽ ചെയ്യണം. A 18 ദിവസത്തിൽ ഒരു വർക്ക് തീർക്കും, B 24 ദിവസത്തിൽ അതേ വർക്ക് തീർക്കും, C 36 ദിവസത്തിൽ ആ വർക്ക് തീർക്കും. ഓക്കെ. പിന്നെ പറഞ്ഞേക്കുന്നത് ഓൺ ദ ഫസ്റ്റ് ഡേ A is assisted by B ആൻഡ് സെക്കൻഡ് ഡേ C അസിസ്റ്റ് ചെയ്യും. അതായത് ആദ്യത്തെ ദിവസം എയും ബിയും വർക്ക് ചെയ്യും, അടുത്ത ദിവസം സിയും എയും വർക്ക് ചെയ്യും. ഈ ഒരു സൈക്കിൾ 2 ഡേ സൈക്കിൾ റിപ്പീറ്റ് ചെയ്ത് പോവാണ്. AB സ്റ്റാർട്ടിങ് വിത്ത് A and B, AB സ്റ്റാർട്ട് ചെയ്ത് അടുത്ത AB C എന്നുള്ള രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് പോവാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസത്തിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് ചോദിച്ചിരിക്കും. അപ്പൊ നമ്മൾ ഇത് ചെയ്യേണ്ടത് നമ്മൾ LCM മെത്തേഡ് തന്നെയാണ് ആദ്യം കൊണ്ടുപോകുന്നത്. അതായത് ABCയുടെ എഫിഷ്യൻസി വേണം. അതിനുവേണ്ടി LCM മെത്തേഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. A 18 ദിവസം, B 24 ദിവസം, C 36 ദിവസം. ഇതിന്റെ LCM ആണ് എടുക്കേണ്ടത്. LCM കണ്ടുപിടിക്കുകയാണെങ്കിൽ 18 ഇൻറ്റു 2 ആണ് 36. അപ്പൊ 18 നോക്കണ്ട, 24, 36ന്റെയും LCM എടുത്താൽ മതി. 24, 36 LCM 72 ആണ്. അപ്പൊ ഇവിടെ 18 ഇൻറ്റു 4 വരും. 72/80 എന്ന് പറയുന്നത് 4 ആണ്. 72/24 എന്ന് പറയുന്നത് 3 ആണ്. 72/36 എന്ന് പറയുന്നത് 2 ആണ്. ഇവരുടെ എഫിഷ്യൻസി ഇത് നമ്മൾ ഡേയ്സ് ആണ്. നമ്മൾ LCM ടോട്ടൽ വർക്ക് ആയിട്ട് അസ്യൂം ചെയ്തു. അപ്പൊ അവരുടെ എഫിഷ്യൻസി 432 എന്ന് കിട്ടി. എയുടെ എഫിഷ്യൻസി 4 ആണ്, ബിയുടെ എഫിഷ്യൻസി 3 ആണ്, സിയുടെ എഫിഷ്യൻസി 2 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞേക്കുന്ന ഒരു 2 ഡേ സൈക്കിൾ ആണ്. അതായത് ഫസ്റ്റ് ഡേയിൽ വർക്ക് ചെയ്യുന്നത് എയും ബിയും ആണ്. അതായത് ഫസ്റ്റ് ഡേയിൽ AB എന്ന് പറയുമ്പോൾ 7 വർക്കാണ് തീരുന്നത്. സെക്കൻഡ് ഡേയിൽ വർക്ക് ചെയ്യുന്നത് എയും സി ആണ്. എയും സി എന്ന് പറയുമ്പോൾ 4, 2, 6 വർക്കാണ് തീരുന്നത്. അപ്പൊ ഈ ഒരു സൈക്കിള് 7, 6, 7, 6 എന്നുള്ള സൈക്കിളാണ് റിപ്പീറ്റ് ചെയ്ത് വന്നത്. അപ്പൊ നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് 2 ദിവസത്തിൽ 7, 6, 13 വർക്ക് കംപ്ലീറ്റ് ആവുന്ന നമുക്ക് പറയാം. നമുക്ക് ടോട്ടൽ കംപ്ലീറ്റ് ആവേണ്ടത് 72 വർക്കാണ്. അപ്പൊ 72 വർക്ക് കംപ്ലീറ്റ് ആണെങ്കിൽ 13 ഇൻറ്റു ഏത് നമ്പറാണ് 72ന്റെ താഴെ വരുന്നത് നോക്കാം. ഇപ്പൊ വരാൻ പോകുന്നത് ഇൻറ്റു 5, 13 ഇൻറ്റു 5 ആണ്. ഇൻറ്റു 5 എടുക്കുകയാണെങ്കിൽ 65 വർക്ക്. ഇവിടെ ഇൻറ്റു 5 ചെയ്യുകയാണെങ്കിൽ 10 ദിവസം. 10 ദിവസത്തിൽ 65 വർക്ക് കംപ്ലീറ്റ് ആവുന്ന വരാം. ഇനിയിപ്പോ അടുത്തൊരു ദിവസം 11ാമത്തെ ദിവസം വരികയാണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നത് എയും ബിയും കൂടിയിട്ട്. അടുത്തപ്പോ AB AC എന്നുള്ള രീതിയിലാണല്ലോ റിപ്പീറ്റ് ചെയ്തത്. അപ്പൊ 11ാമത്തെ ദിവസം വരാൻ പോകുന്നത് 7 വർക്കാണ്. 65ഉം 7ഉം 72 വർക്ക് കംപ്ലീറ്റ് ആവും. അപ്പൊ ടോട്ടൽ വേണ്ടത് 11 ദിവസമാണെന്ന് കിട്ടും. ചെയ്ത മെത്തേഡ് ഒന്നുകൂടി പറയാം. നമ്മൾ ABCD ഇൻഡിവിജ്വൽ ഡേയ്സ് എന്തുണ്ട് 18, 24, 36. അതിന്റെ LCM ടോട്ടൽ വർക്ക് ആയിട്ട് എടുക്കാനുള്ള കാരണം ടോട്ടൽ വർക്ക് ബൈ ഡേയ്സ് ആണ് എഫിഷ്യൻസി. ഇപ്പൊ ബൈ ഡേയ്സ് ചെയ്ത് എഫിഷ്യൻസി കിട്ടണമെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ വേണം. അതായത് 18, 24, 36 കോമൺ മൾട്ടിപ്പിൾ തന്നെ വേണം. അത് അങ്ങനെ കിട്ടുകയാണെങ്കിൽ മാത്രമേ ഡിവൈഡ് ചെയ്ത് 4, 3, 2 പോലുള്ള ഇൻഡിജർ കിട്ടുള്ളൂ. സോ LCM ആയിട്ട് ടോട്ടൽ വർക്കിനെടുത്തു. അതിൽ നിന്ന് എഫിഷ്യൻസി വരുന്നത് 72/18, 72/24, 72/36, 432 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി പറഞ്ഞ സൈക്കിള് AB ഒരു ദിവസം, AC ഒരു ദിവസം. അതങ്ങനെ റിപ്പീറ്റ് ആണ്. ABAC റിപ്പീറ്റ് ആണ്. അതായത് 7, 6, 7, 6 എന്നുള്ള രീതിയിൽ റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ 7, 6 2 ദിവസം കൊണ്ട് 13 വർക്ക് കംപ്ലീറ്റ് ആവുമെന്ന് പറയാം. അതുകൊണ്ട് തന്നെ 13ന്റെ ഇപ്പൊ 72 വർക്ക് വരെ നമുക്ക് എത്തിക്കാനുണ്ട്. അപ്പൊ അതില് 13ന്റെ 5 65 വർക്ക്. ഇനി 5 ടൈംസ് ആയതുകൊണ്ട് 10 ദിവസം എടുക്കും എന്ന് പറയാം. ഇനി ബാക്കിയുള്ള വർക്ക് നമ്മൾ ഇൻഡിവിജ്വലി കാൽക്കുലേറ്റ് ചെയ്യാം. 65 ബാക്കി ഒരു 7 വർക്ക് വേണം. ഇവിടെ 11ാമത്തെ ദിവസം അടുത്ത വർക്ക് ചെയ്യാൻ പോകുന്നത് എയും ബിയും കൂടിയിട്ടാണ്. അതായത് 7 വർക്ക് തന്നെയാണ് കറക്റ്റ് ഉള്ളത്. അതുകൊണ്ട് 72 വർക്ക് അവിടെ ടോട്ടൽ കംപ്ലീറ്റ് ആവുന്നു 11 ദിവസത്തിൽ.